അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ടാമത്തെ സൈനിക നീക്കം നടന്നത് തൊട്ടടുത്ത മാസം ഷവ്വാലിലായിരുന്നു. ഷവ്വാൽ കഴിഞ്ഞ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു വിവരം കിട്ടി. അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാർ, കച്ചവട സംഘം, അവർ വരുന്നുണ്ട് മദീനയിലെ വഴിയിലൂടെ. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ കണ്ടുമുട്ടാൻ വേണ്ടി, നേരിടാൻ വേണ്ടി എന്നും വേണമെങ്കിൽ പറയാം, ഒരു സൈന്യത്തെ നിയോഗിച്ചു. ഉബൈദ ബിൻ ഹാരിസ് ബിൻ മുത്തലിബായിരുന്നു അതിൻ്റെ നായകത്വ സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അദ്ദേഹവും മുഹാജിറാണ്, നമുക്കറിയാം. അദ്ദേഹത്തോടൊപ്പം ആ ദൗത്യ സേനയിൽ 60ഓളം മുഹാജിറുകൾ വേറെയും ഉണ്ടായിരുന്നു. അവരെത്തി. അവർ കരുതിയതുപോലെ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ, അന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്ന് വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നുമില്ല. ആയതുകൊണ്ട് പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകൾക്കനുസരിച്ച് ഇങ്ങനെ നിൽക്കുക മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണക്ക് കൂട്ടിയ, അല്ലെങ്കിൽ നബി തിരുമേനിയുടെ സൈനികരായ സഹാബിമാർ അവർ കണക്ക് കൂട്ടിയ ആ കണക്കനുസരിച്ച് തന്നെ അബൂ സുഫിയാനും പാർട്ടിയും ആ സ്ഥലത്തെത്തിച്ചേർന്നു. അങ്ങനെ രണ്ട് വിഭാഗവും മുഖാമുഖം നിൽക്കുകയുണ്ടായി. രണ്ട് വിഭാഗവും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പ് പ്രയോഗം ഉണ്ടായി എന്നാണ് ചരിത്രം. ഒരു പക്ഷേ മദീനയിലുണ്ടായ പ്രതിരോധ നീക്കങ്ങളിൽ ഒന്നാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞു, സൈഫുൽ ബഹർ. അതിൽ ഏറ്റുമുട്ടലുകളോ ആക്രമണങ്ങളോ പ്രത്യാക്രമണങ്ങളോ ഒന്നും ഉണ്ടായില്ല. അതേസമയം ആദ്യമായി ഉണ്ടായത് ഈ രണ്ടാമത്തേതിൽ മാത്രമായിരുന്നു എന്നാണ്. അന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സേനകളും തമ്മിൽ അമ്പേറൊക്കെ നടത്തി. പക്ഷേ കാര്യമായി വേറെ ഒന്നും ഉണ്ടായില്ല. അപ്പോഴേക്കന്നെ കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമായി. രണ്ടു ഭാഗത്തിൽ നിന്നും ആക്രമണങ്ങൾ അവസാനിക്കുകയും ചെയ്തു. അതേസമയം ഈ സമയത്ത് ഈ കാരവൺ, അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ഈ കാരവൺ സത്യത്തിൽ മക്കായിൽ നിന്ന് ഷാമിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു. അപ്പോൾ മക്കായിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, വിശ്വാസികളായ ആൾക്കാർ. അവർ മുസ്തദഅഫീങ്ങളാണ്. അതായത് പല കാരണങ്ങളാലും, കുടുംബപരമായ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കാരണത്താൽ അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ മക്കയിൽ നിന്ന് പോകാൻ കഴിയാതെ, പുറത്തു കടക്കാൻ കഴിയാതെ വന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാർ പലരും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവരിൽ രണ്ടാൾക്കാർ, ഒന്ന് മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തേത് ഉത്ബ ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹു. ഈ രണ്ടാൾക്കാരും ഈ കച്ചവട സംഘത്തിൽ ഉണ്ടായിരുന്നു. അവർ സത്യത്തിൽ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങിയതായിരുന്നില്ല. മറിച്ച് അവർ മദീന വഴി പോകുമ്പോൾ എങ്ങനെയെങ്കിലും മദീനയിൽ ഇറങ്ങാൻ കഴിയുമോ, തങ്ങാൻ കഴിയുമോ, അങ്ങനെ നബിയുടെയും വിശ്വാസികളുടെ സമൂഹത്തിലേക്കും എത്തിച്ചേരാൻ കഴിയുമോ എന്ന് ആലോചിക്കുകയായിരുന്നു സത്യത്തിൽ അവർ ചെയ്യുന്നത്. ഏതായിരുന്നാലും അവർ രണ്ടുപേരും അബൂ സുഫിയാനോടൊപ്പമുള്ള ആ കച്ചവട സംഘത്തിൽ ഉണ്ടായിരുന്നു. ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ രണ്ടുപേരും സ്വഹാബിമാരുടെ ഒപ്പം കൂടുകയും അങ്ങനെ അവർ മദീനയിൽ എത്തിച്ചേരുകയും ചെയ്തു. മൂന്നാമത്തെ സൈനിക നീക്കം ഖറാറിലേക്കായിരുന്നു. ഖറാർ എന്ന് പറഞ്ഞാൽ ജുഹ്ഫ അടുത്തുള്ള ഒരു പ്രദേശമാണ്. അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകദേശം 20 ആൾക്കാരുള്ള ഒരു ദൗത്യ സേനയെയാണ് നിയോഗിച്ചത്. അതിൻ്റെ നേതൃത്വ നായകത്വ പദവിയിലുണ്ടായിരുന്നതും ഒരു പ്രധാനിയായ മുഹാജിറായ സഹാബിയായിരുന്നു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. സുഖലോക സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ഒരാളായിരുന്നു. അവിടെ അവർ ഒരു കണക്ക് കൂട്ടലോടുകൂടെ കിട്ടിയ വാർത്തകൾക്കനുസരിച്ച് അവർ പോയി എങ്കിലും അവരെത്തുമ്പോഴേക്കും അവർ കരുതിയ കച്ചവട സംഘം ആ വഴി കടന്നു പോയി കഴിഞ്ഞിരുന്നു. ആയതിനാൽ മറ്റൊന്നും ഉണ്ടായില്ല. പിന്നീട് നാലാമതായി ഉണ്ടായത്
ഹിജറ 2-ാം വർഷത്തിൽ ആദ്യത്തിലാണ്. മുഹറം മാസം യുദ്ധം നിഷിദ്ധമായ മാസമായതുകൊണ്ട് ആ മാസത്തിലൊന്നും ഉണ്ടായില്ല. തൊട്ടടുത്ത സഫർ മാസത്തിലാണ് ഉണ്ടായത്. അത് അബവായിലേക്കായിരുന്നു. അബവായിലേക്കുള്ള ദൗത്യ യാത്രയുടെ പ്രത്യേകത, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി പങ്കെടുക്കുന്ന എക്സ്പെഡിഷൻ, അതായത് സൈനിക നീക്കമായിരുന്നു അത്. അതിനെ ഗസ്വത്തുകൾ എന്നാണ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതൃത്വം നൽകാനൊപ്പമുണ്ടെങ്കിൽ അതിന് ഗസ്വത്ത് എന്ന് പറയും, അല്ലെങ്കിൽ അതിന് സരിയത്ത് എന്നാണ്, സൈനിക നീക്കം എന്ന് മാത്രമാണ് പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.